രവി കൂമൻകാവിൽ ബസ്സിറങ്ങി ആ ചെമ്മൺ പാതയിലൂടെ നടന്നു നീങ്ങി. ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ വരികളാണിത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മറക്കാൻ കഴിയാത്ത ചില പുസ്തകങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് തരുന്ന സ്വാധീനം എത്രമാത്രം വലുതാണെന്നറിയുമോ? 1930 ജനിച്ച് 2005 ഏകദേശം 74-75 വയസ്സുള്ളപ്പം മരിച്ച ഒ വി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനിൽ നിന്ന് നമുക്ക് ലഭിച്ച ഖസാക്കിൻ്റെ ഇതിഹാസവും ഗുരുസാഗരവും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം മഹാനായൊരു കാർട്ടൂണിസ്റ്റായിരുന്നു. അപ്പോൾ ബഹുമുഖ പ്രതിഭ എന്നത് ജീവിതത്തിൽ അനേകം പേര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ കാഴ്ചവെച്ചിട്ട് അവരുടെ ജീവിതം കടന്നുപോയപ്പോൾ നമുക്ക് ഈ ലോകത്തിന് സഹൃദയ സദസ്സിന് അവർ തന്ന മഹത്തരമായ സംഭാവനകൾ അതിനെ ഓർക്കാൻ ഈ വീഡിയോയിൽ കൂടെ നമുക്കൊന്ന് ശ്രമിക്കാം. ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് സ്വാഗതം. ഒ വി വിജയനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അദ്ദേഹം അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരകളും മനുഷ്യൻ്റെ ഹൃദയത്തിൽ തൊടുന്ന മെസ്സേജുകളായിരുന്നിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു ഇതിഹാസം രചിച്ചപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അപജയങ്ങളെക്കുറിച്ച് ഗുരുസാഗരത്തിൽ അദ്ദേഹം നിശിതമായൊരു വിമർശനം നടത്തിക്കൊണ്ടാണ് ആ നോവലിൻ്റെ കഥകൾ മുഴുവൻ കടന്നു പോകുന്നത്. അനേകം കൃതികൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ ചിന്തയെ ഉദ്ദീപിക്കത്ത തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗ്രേപ്സിലെ ഓരോ മൊഡ്യൂൾസിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ വളരെ കൃത്യതയാർന്ന വീക്ഷണകോണങ്ങളിൽ നമ്മൾ അതിനെ വിലയിരുത്തിയാണ് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം 360 ഡിഗ്രി കോക്പിറ്റ് ഇതിനെ അനുകരിച്ചുകൊണ്ട് പല സോഫ്റ്റ്വെയർ കമ്പനികളും പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. സ്വാഭാവികമാണത്. കാരണം നല്ലൊരാശയം അതെന്നും കോപ്പി ചെയ്യപ്പെടേണ്ടതാണ്. അത് നമ്മളുടെ ഗ്രേപ്സ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ ഹോസ്പിറ്റലിലും കിട്ടേണ്ടതാണ്. പക്ഷെ 360 ആരും കോപ്പി ചെയ്തിട്ടില്ല. ഞാനത് പറയുമ്പോഴും 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ വേൾഡിൽ തന്നെ ഇന്നും യുണീക്കായിട്ടാണ് നിൽക്കുന്നത്. ലോകത്തിൽ മറ്റൊരു കമ്പനിയും അതിനെ ഇന്ന് വരെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. അത്രയധികം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വോയിസ് കമാൻഡ് നമ്മളെ IT മാനേജ് ചെയ്യാനും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് എന്ന് വളരെ അധികം ഒരു കോംപ്രമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ഡേറ്റ ടെക്നോളജീസ് വളരുമ്പോഴും ഹാർഡ്വെയർ കണക്ടിവിറ്റി, കാരണം ഇന്നത്തെ സൊസൈറ്റി നിലനിൽക്കുന്ന തന്നെ കണക്ടിവിറ്റിയിലും ഇൻഫർമേഷൻ ഹാൻഡ് ഷേക്കിങ്ങിലുമാണ്. സോ ഈ കണക്ടിവിറ്റി വലിയ ചോദ്യചിഹ്നമാകുമ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞ കണക്ടിവിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ 100% 360 ഡിഗ്രി വ്യൂ പോയിന്റിൽ നമുക്ക് മോണിറ്റർ ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും കഴിയുന്ന ഒരു ടൂളാണ്. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടൻറ്റുമാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഏജൻറ്റ്, നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ നേരിട്ട് നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാള, ഇതെല്ലാം തന്നെ നമുക്ക് വൈവിധ്യമാർന്ന മൊഡ്യൂളുകൾ തരുമ്പോൾ 108 നിന്ന് പുതുതായി വന്ന 4 മൊഡ്യൂളും ചേർത്ത് നമ്മളിന്ന് 112 മൊഡ്യൂളിൽ, ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മൊഡ്യൂളുകൾ, ഇതിൻ്റെ പകുതിക്ക് താഴെയാണ് ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത്രയും മൊഡ്യൂൾസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈസിയാകാൻ വേണ്ടി ഈ ഓരോ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ കൃത്യമായും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് അക്കൗണ്ടുണ്ട്, ട്യൂട്ടോറിയൽ വീഡിയോകൾ ഉപയോഗിക്കാനായിട്ട് ഗ്രേപ്സിൽ നിന്ന് തന്നെ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഈ ഒരു ചാനലിൽ വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ഹോസ്പിറ്റലുകളുടെ സ്റ്റാഫുകൾക്ക്, അഡ്മിനിസ്ട്രേഷനിലിരിക്കുന്നവർക്ക്, മാനേജ് ചെയ്യുന്നവർക്ക്
ഹോസ്പിറ്റലിനെ നന്നായി മാനേജ് ചെയ്യാൻ കഴിയുന്നതിനുള്ള സംവിധാനങ്ങളായിട്ടാണ് നമ്മൾ ഈ ആഡ് ഓൺ മൊഡ്യൂൾസ് വരുന്നത്. നിങ്ങൾക്കായി ഗ്രേപ്സിൽ മാജിക് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതുപോലെ ന്യൂറൽ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന വിർച്വൽ പബ്ലിക് അഡ്രസ് സിസ്റ്റമായ മാജിക് ബോക്സ് വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ എത്തുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഇതേ ചാനലിൽ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.